ഹലോ ഗേസ്, അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗീവ് അവേയുടെ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം ഞാൻ ഓർത്തു ആരും നമ്മളോട് സപ്പോർട്ട് ചെയ്യത്തില്ല, ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുന്നതേ ഉള്ളായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. മാക്സിമം ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, കുറച്ച് പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു, ഇടാം നിങ്ങൾക്ക് പറ്റാവുന്നവർക്കൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്തു കേട്ടോ, ഒത്തിരി നന്ദി. എല്ലാവരും മാക്സിമം അവരെ കൊണ്ട് പറ്റാത്ത രീതിയിൽ ഷെയറും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത് നമുക്ക് 281 അങ്ങോട്ട് കിടന്ന സബ്സ്ക്രൈബ് അത് 297 അങ്ങോട്ടാക്കി. 3 സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 300 അടിക്കും. പിന്നെ 100 പേരും കൂടെ ഉള്ളൂ. അതിപ്പം നിങ്ങളെ കൊണ്ട് പറ്റാം, 3 പേര് വെച്ച് നമുക്ക് 3 സബ്സ്ക്രൈബ് ഇട്ടുതന്നാൽ നമുക്ക് 400 ആക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇത്ര സപ്പോർട്ട് ചെയ്ത് തന്നിട്ട് നമ്മളെ ഒരു ഗീവ് അവേ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ ഒരു ഗീവ് അവേ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ കുറേ പേരുടെ നോക്കിയും കണ്ടിട്ടൊക്കെയാണ് ഞാൻ എൻ്റേതായ ഒരു രീതിയിൽ അത് നിങ്ങൾക്കൊരു ഗീവ് അവേ ആയിട്ട് തരാമെന്ന് വെച്ചാൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ നടന്നത്. ഇൻസ്റ്റാഗ്രാം ഇപ്പം നമുക്ക് 390 സംതിങ് അത് ഉടനെ തന്നെ 400 ആകാറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഞാൻ പറയാൻ വന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് 4 വിന്നറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെയും കൊണ്ട് ഞാൻ 4 വിന്നറിനെ വൈകുന്നേരം നോക്കി എല്ലാം സെറ്റ് ചെയ്ത് 4 വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. 4 വിന്നേഴ്സിനെ തിരഞ്ഞെടുത്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ, കമൻറ്റ് ബോക്സ് വഴി 2 പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുന്ന 2 പേരെ തിരഞ്ഞെടുത്തത് മാക്സിമം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ മാക്സിമം എല്ലാവർക്കും അയച്ചു കൊടുത്ത് എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നിട്ട് അതെനിക്ക് സ്ക്രീൻഷോട്ടാക്കി കുറേ പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്തുനിന്ന് പിന്നെ എനിക്ക് അയച്ച ഒരു 2 പേരുണ്ട്. അതിനകത്തുനിന്ന് ഒരാളെ ഞാൻ സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഫോളോവേഴ്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഇത്ര പേർക്ക് അയച്ചിട്ടുണ്ട്, അവരെല്ലാം എന്നെ ഫോളോയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിനകത്തുനിന്നും ഒരാളെ ഞാൻ സെലക്ട് ചെയ്ത് അങ്ങനെ മൊത്തം 4 പേരെ ഞാൻ നമ്മുടെ ഗീവ് അവേയുടെ വിന്നറായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെലക്ട് ചെയ്ത മൊത്തം 5 പേരല്ലേ പറഞ്ഞു, ഈ ഫസ്റ്റ് വിന്നറിനെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്യാനുള്ളത്. അത് സെലക്ട് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മുടെ കൂടെ പിന്നെയും അവർക്ക് പറ്റാവുന്ന മാക്സിമം അവർ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് എനിക്ക് അങ്ങനെ കുറച്ച് പേര് ഇപ്പം മാക്സിമം എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ, എല്ലാവർക്കും അയച്ചു കൊടുത്തൊക്കെ. മാക്സിമം അവരെയും കൊണ്ട് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഒരു വിന്നറിനെ തിരഞ്ഞെടുക്കും. അത് നമുക്ക് 400 ഫാമിലി സബ്സ്ക്രൈബ്, ഇൻസ്റ്റാഗ്രാമിൽ 400 ഫോളോവേഴ്സ് ആകുമ്പോഴത്തേക്കിനായിരിക്കും നമ്മളത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു കൊച്ചു വീഡിയോ ആണ്. നമ്മൾ 4 വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോയും ഇപ്പം ഞാൻ ആ 4 വിന്നേഴ്സിനെ പറയുന്നില്ല, അത് നമ്മുടെ ഫസ്റ്റ് വിന്നറിൻ്റെ കൂടെ സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ഈ 4 പേരെ നമുക്ക് സെറ്റ് ചെയ്യാം. അതെങ്ങനെയാലും ഞാൻ സെറ്റ് ചെയ്യും. നമ്മുടെ 4 പേരെ എന്തായാലും തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയത്തില്ല. ഇനിയിപ്പോൾ അത് വൈകുന്നേരം ഞാൻ ചെന്നിരുന്ന് നോക്കിയിട്ട് ഇനിയും നാളെയോ നാളത്തേക്കിനോ നമുക്ക് അവർക്ക് ഗീവ് അവേയുടെ ഗിഫ്റ്റ് കൊടുത്തിട്ട് ഈ ഫസ്റ്റ് വിന്നറിനെ നമ്മൾ 400 സബ്സ്ക്രൈബ് ആകുമ്പോഴത്തേക്കിന് നമ്മൾ സെലക്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് നമുക്ക്. അല്ലാതെ ഒരു പ്ലാൻ ഉണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാനും ഉണ്ട്, ഇല്ലാതെ ഈ 4 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാനുണ്ട്. എന്നാലും അത് ഞാൻ എങ്ങനെയും ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയണമല്ലോ, നമ്മൾ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത്. അത് പിന്നെ അതുമല്ല, ഒത്തിരി സപ്പോർട്ടായിട്ട് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയാലും എന്നെ അറിയുന്ന ചേച്ചിമാരായാലും ആൻറ്റിമാരായാലും ഒക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇതുപോലെ തന്നെ നമുക്ക് അടുത്തടുത്ത കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സപ്പോർട്ട് വേണം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.